ഹായ് ഓൾ. അപ്പോൾ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ PYQ ഡിസ്കഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അനുബന്ധ വസ്തുതകളും എല്ലാം കൂടെ അല്ലേ ഡിസ്കസ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. കാരക്കോറം പർവ്വതനിര അല്ലെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് കൊടുത്തിട്ടുള്ളത് കാരക്കോറം പർവ്വതനിരയിലാണ് ഗോർഡിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയാണോ? കാരക്കോറം പർവ്വതനിരയിലാണ് ഗോർഡിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് അതെന്താണ്, ശരിയാണ് അല്ലെ. ഓക്കെ, ഇനി രണ്ടാമത് നോക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോർഡിൻ ഓസ്റ്റിൻ ആണെന്ന് പറയുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോർഡിൻ ഓസ്റ്റിൻ ആണോ? അല്ല അല്ലെ. അപ്പോ അതെന്താണ്, അതവിടെ ശരിയല്ല. ഇനി മൂന്നാമത് നോക്കുക. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിര. അതെന്താണ്, ശരിയാണല്ലോ അല്ലെ. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി അല്ലെ. ഏതാണ് ഓപ്ഷൻ? ഒരു മിനിറ്റ്, പെണ്ണൊന്നും മാറ്റി. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോ അതെന്ത് ചെയ്യാ? ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അതായത് ഒന്നും ഏതുമാണ്? ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. കിട്ടുമല്ലോ, ഒന്നും മൂന്നും അല്ലെ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ തീർത്തിട്ട് പോവാം കേട്ടോ. അതായത് ട്രാൻസ് ഹിമാലയത്തിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏതെന്ന് പറയുന്നത്? കാരക്കോറം പർവ്വതനിര. ട്രാൻസ് ഹിമാലയത്തിന് വടക്കാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ കാരക്കോറം പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. കിട്ടുമല്ലോ. ഇനി ഉയർന്ന ഏഷ്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ ഏതാണ്? അല്ലെങ്കിൽ ബാക്ക് ബോൺ ഓഫ് എന്താണ്? ഹൈ ഏഷ്യ. ഉയർന്ന ഏഷ്യയുടെ നട്ടെല്ല് എന്താ അറിയപ്പെടുന്നത്? ഉയർന്ന ഏഷ്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതും ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. അതുപോലെ ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചാലും ഏതാണ്? കാരക്കോറം പർവ്വതനിരയാണ്. കിട്ടുമല്ലോ. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ എന്തായിട്ട്? പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ഏതുമായിട്ട്? പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കാരക്കോറം പർവ്വതനിരയാണ്. ഇനി ഇന്ത്യക്കും തുർക്കിമെനിസ്ഥാനും ഏതൊക്കെ? ഇന്ത്യ, അതുപോലെ തുർക്കിമെനിസ്ഥാൻ. എന്താണ്? ഇന്ത്യക്കും തുർക്കിമെനിസ്ഥാനും ഇതിന് ഇടയിലായി വാട്ടർ ഷെഡായി നിലകൊള്ളുന്ന പർവ്വതനിര കൂടെയാണ് ഇതെന്ന് പറയുന്നത് കാരക്കോറം പർവ്വതനിര. ഒരുപാട് എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് ഏതെന്ന് പറയുന്നത്? കൃഷ്ണഗിരി എന്ന് ഏതില്? സംസ്കൃത കൃതികളിൽ അല്ലേ. അപ്പോ ഇനി റുഡ്യാർഡ് കിപ്ലിംഗ് ഉണ്ടല്ലോ, റുഡ്യാർഡ് കിപ്ലിംഗ്. ഇദ്ദേഹത്തിന്റെ കിം എന്ന നോവലിൽ, ഏത് നോവലാണ്? കിം ആണ് കേട്ടോ. കിം എന്ന നോവലില് അതില് പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര കൂടെയാണ് ഏതെന്ന് പറയുന്നത്? കാരക്കോറം. റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ കിം എന്ന നോവലിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ് കാരക്കോറം. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായിട്ട് ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊടുമുടി ഉണ്ടല്ലോ. ഏതാണ് ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി എന്ന് പറയുന്നത്? അത് കൈലാസമാണ്. ഏതാണ്? കൈലാസം. കിട്ടുമല്ലോ. ഇനി കൈലാസത്തെ ടിബറ്റിൽ വിളിക്കുന്ന പേര്
കാങ് പോച്ചെ. എന്താണ്? കാങ് പോച്ചയാണ് കൈലാസത്തെ ഇതിനെ എന്ത് ടിബറ്റിൽ വിളിക്കുന്നത്. എന്താണ്? എഴുതാം. എന്താണ്? കാങ് പോച്ചെ. ഇതാണ് ടിബറ്റില് കൈലാസത്തെ വിളിക്കുന്ന പേര്. എവിടെ? ടിബറ്റില് കേട്ടോ. ഓക്കെ. ഇനി മൗണ്ട് കേറ്റു പറഞ്ഞല്ലോ. മൗണ്ട് കേറ്റു എവിടെ സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം പർവ്വതനിരയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. മൗണ്ട് കേറ്റുവിന്റെ പ്രാദേശിക പേരുകൾ ഒന്ന് പഠിച്ചു വച്ചേക്കുക. ഓരോ പ്രദേശത്തും ഓരോ പേരാണ്. അതാണ് പ്രാദേശിക പേര് എന്ന് പറയുന്നത്. എന്താണ്? ദാപ്സാങ്. ഒന്ന് ദാപ്സാങ്, പിന്നെ ലംബ പഹാർ. ലംബ പഹാർ. ഇതൊക്കെ എന്താണ്? ഇത് രണ്ടും എന്താണ്? മൗണ്ട് കേറ്റുവിന്റെ മറ്റു പേരുകളാണ്. ദാപ്സാങ് അതുപോലെ ലംബ പഹാർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? മൗണ്ട് കേറ്റുവിന്റെ പേരാണ്. ഈ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് പറയുന്നത് എവിടെയാണ്? അത് കാരക്കോറത്താണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് പഠിച്ചു വച്ചേക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ്. ഉപദ്വീപീയൻ നദി അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കുക. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്തായിരുന്നു? നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. അത് ശരിയാണോ? ആണല്ലേ. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്, കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിയാണോ? അല്ല. അപ്പോ മൂന്നാമത് നോക്കാം. ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണെന്ന് പറയുന്നു. അതോ? അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോ ഇനി നോക്കാം നമുക്ക്. ഇതിൽ ഒന്നും അല്ലെ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. മനസ്സിലായല്ലോ. 1, 3 ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഇതെന്ന് പറയുന്നത്. ഈ ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ. ഉപദ്വീപീയ നദികൾക്ക് പ്രധാനമായിട്ടും ജലം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? മൺസൂൺ മഴകളിൽ നിന്നാണ് കേട്ടോ. മൺസൂൺ മഴകളിൽ നിന്നാണ് എന്ത്? ഉപദ്വീപീയൻ നദികൾക്ക് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ജലം ലഭിക്കുന്നത്. ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായതുകൊണ്ട് വേനൽക്കാലത്ത് എന്തായിരിക്കും? അവിടെ വെള്ളം വളരെ കുറവായിരിക്കും. കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ ആഴമേറിയ താഴ്വരകൾ ഇവ സൃഷ്ടിക്കുന്നില്ല. എന്താണ്? കാഠിന്യമേറിയിട്ടുള്ള ശിലകളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യൂല? അവിടെ ആഴമേറിയ താഴ്വരകൾ എന്ത് ചെയ്യുന്നില്ല? സൃഷ്ടിക്കപ്പെടുന്നില്ല. അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഉപദ്വീപീയൻ നദികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് താരതമ്യേന എന്താണ്? വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. എന്താണ്? വിസ്തൃതി കുറഞ്ഞ എന്താണ്? വൃഷ്ടിപ്രദേശം. വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണ്. അതുപോലെ എന്താണ്? അപരദന തീവ്രത താരതമ്യേന കുറവാണ്. എന്താണ്? അപരദന തീവ്രത താരതമ്യേന എന്താണ്? താരതമ്യേന കുറവാണ്. വളരെ കുറവാണ് എന്നുള്ളത്. ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ജലസേചന ശേഷി. എന്താണ്? കുറഞ്ഞ ജലസേചന ശേഷി. ഇനി മറ്റൊന്ന് പറയുന്നത് ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവ്. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത
കുറവ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപദ്വീപീയ നദികളുടെ പ്രത്യേകതയായിട്ട് പഠിച്ചു വെച്ചേക്കേണ്ടത്. ഇതിലിപ്പോ നമ്മോട് ചോദിച്ചിട്ടുള്ളത് അപരദന തീവ്രത താരതമ്യേന കുറവാണ് അല്ലെ. അത് നമ്മൾ ശരിയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മോട് ഇനി പറയുന്നത് വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്, മനസ്സിലാക്കണം. ഇനി കുറഞ്ഞ ജലസേചന ശേഷി അതും ശരിയായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം. ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ്. ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി പ്രധാന ഉപദ്വീപീയൻ നദികളുടെ ജലവിഭാജകമായി നിലകൊള്ളുന്നത് ഏതാണെന്നറിയോ? അതാണ് ഏതെന്ന് പറയുന്നത്, പശ്ചിമഘട്ടം. ഇത് പശ്ചിമഘട്ടം. അപ്പൊ പശ്ചിമഘട്ടം എന്നാണ് പ്രധാന ഉപദ്വീപീയ നദികളുടെ ജലവിഭാജകമായിട്ട് നിലകൊള്ളുന്നു. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയുണ്ട്? ഒന്ന് നർമ്മദ, പിന്നെ ഏതാണ് പറയൂ? നർമ്മദയുണ്ട്, താപ്തിയുണ്ട്, പിന്നെ ഏതുണ്ട്? നർമ്മദ, താപ്തി, മഹാനദി, നർമ്മദ, താപ്തി, മഹാനദി, പിന്നെ ഏതാണ്? ഗോദാവരി, പിന്നെ ഏതാണ്? കൃഷ്ണ, ദെൻ കാവേരി അല്ലെ. ഇതൊക്കെ എന്താണ്? പ്രധാന ഉപദ്വീപീയൻ നദികളാണ്. നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയവ എന്താണ്? പ്രധാന ഉപദ്വീപീയൻ നദികളാണ്. ഇത്രയൊന്ന് മനസ്സിൽ ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയെന്നറിയോ? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികള് നർമ്മദയും ഉണ്ട്, അതുപോലെ താപ്തിയും എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് കേട്ടോ, പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. പിന്നെ ഏതൊക്കെയുണ്ടെന്നറിയോ? സബർമതി, അതുപോലെ മാഹി, പിന്നെ ഇതുണ്ട്, സബർമതി ഉണ്ട്, മാഹി ഉണ്ട്, പിന്നെ ലൂണി, സബർമതി, മാഹി, അതുപോലെ ലൂണി. ഇതൊക്കെ എങ്ങോട്ടാണ്? നർമ്മദ, താപ്തി, സബർമതി, മാഹി, ലൂണി എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടാണ് എന്നുള്ളതും കൂടെ ഓർത്തു വെച്ചേക്കുക. പിന്നെ കിഴക്കോട്ട് ചോദിച്ചാൽ അതിൽ വരുന്നതാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഏതൊക്കെയുണ്ട്? കൃഷ്ണ, കാവേരി, മഹാനദി, ഗോദാവരി. ഇത് എവിടേക്കാണ്? അത് കിഴക്കോട്ടാണ് ഒഴുകുന്നത് എന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. കിട്ടുമല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. ഇനി ഗംഗാ നദീ വ്യൂഹത്തിൽ ഉൾപ്പെടുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ഓർത്തു വച്ചേക്കുക. ചമ്പൽ, ഗംഗാ നദീ വ്യൂഹത്തിൽ ഉൾപ്പെടുന്ന ഉപദ്വീപീയ നദികളാണ് ചമ്പല്, സിന്ധ്, ബേത്വ, അതുപോലെ സോണ്, കെന്നി. ഇതൊക്കെ എന്താണ്? ഗംഗാ നദീ വ്യൂഹത്തിൽ ഉൾപ്പെടുന്ന ഉപദ്വീപീയ നദികളാണ്. കിട്ടുമോ? ചമ്പൽ, സിന്ധ്, ബേത്വ, സോണ്, കെന്നി. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം എവിടെയായിരിക്കും? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അത് അറബിക്കടലായിരിക്കും അല്ലെ. പടിഞ്ഞാറല്ലേ അറബിക്കടലേ, അവിടെയായിരിക്കും അതിന്റെ പതനസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? അത് അറബിക്കടലിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. പിന്നെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളുടെ പതനസ്ഥാനം അപ്പൊ എവിടെയായിരിക്കും? കിഴക്കോട്ടാവുമ്പം ഏതായിരിക്കും? ബംഗാൾ ഉൾക്കടൽ അല്ലെ, ബംഗാൾ ഉൾക്കടലിൽ ആയിരിക്കും. ഓക്കെ. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മിക്ക നദികളിലും അതിലൂടെ ഈ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മിക്ക നദികളിലും ഉയർന്ന ചെരിവിലൂടെ ഒഴുകുന്നത് കാരണം എന്തുണ്ടാവുന്നില്ല? ഡെൽറ്റ രൂപപ്പെടുന്നില്ല. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന മിക്ക നദികളിലും എന്താണ്? ഉയർന്ന ചെരിവിലൂടെ ഒഴുകുന്നത് കാരണം എന്തുണ്ടാവില്ല എന്നാ പറയുന്നത്? ഡെൽറ്റകൾ രൂപപ്പെടുന്നില്ല. ഇനി കടലിലേക്ക് എത്തുന്നതിന് മുമ്പായി അവയുടെ പതനസ്ഥാനത്ത് ഡെൽറ്റകൾക്ക് പകരം എന്താ കാണപ്പെടുന്നത് എന്ന് അറിയോ? അത് അഴിമുഖങ്ങളാണ്. എന്താ കാണപ്പെടുന്നത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ അവിടെ അഴിമുഖങ്ങളാണ് കാണപ്പെടുന്നത്.
ഇനി കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ അധികവും എന്താണ് ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നതിന് മുമ്പായിട്ട് അവ എന്തുണ്ടാക്കും? അവ ഡെൽറ്റകൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി ഈ നദികൾ നിർമ്മിച്ചിട്ടുള്ള ഡെൽറ്റകൾക്ക് ഇവ എന്താണ് ഈ നദികൾ നിർമ്മിച്ചിട്ടുള്ള ഡെൽറ്റകൾ ഉദാഹരണങ്ങളാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ എന്ത് ചെയ്യാം, ഈ ഉപദ്വീപീയ നദികളുടെ എന്താണ് ഉത്ഭവ സ്ഥാനങ്ങൾ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, മഹാനദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണെന്നറിയോ? സിംഹാവ മലനിരകൾ. മഹാനദി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, ആവശ്യം വരെ. മഹാനദി സിംഹാവില സിഹാവ മലനിരകൾ. ഓക്കെ ഓക്കെ, അപ്പൊ സിഹാവ മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത് അല്ലെ. അങ്ങനെയെങ്കിൽ ഗോദാവരി എവിടുന്ന ഉത്ഭവിക്കുന്നത് പറയാൻ പറ്റുമോ? ആ, ത്രയംബക കുന്നുകൾ. എവിടെയാണ്? ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? ഗോദാവരി. മഹാനദി സിഹാവ മലനിരകള്, മഹാനദി സിഹാവ കിട്ടുമല്ലോ. ഗോദാവരി ത്രയംബക്. ഇനി എന്താണ് കൃഷ്ണ എവിടുന്ന ഉത്ഭവിക്കുന്നത്? അത് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ അല്ലെ. മഹാബലേശ്വറിൽ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ഇനി കാവേരി എടുക്കുക. കാവേരി എവിടുന്ന ഉത്ഭവിക്കുന്നത്? അത് ഉത്ഭവിക്കുന്നത് തലക്കാവേരി ബ്രഹ്മഗിരി കുന്ന്. തലക്കാവേരി എഴുതണോ? തലക്കാവേരി ബ്രഹ്മഗിരിക്കുന്ന്. തലക്കാവേരി ബ്രഹ്മഗിരിക്കുന്നിൽ നിന്നാണ് ഏത് കാവേരി നദി ഉത്ഭവിക്കുന്നത്. അതെവിടെയാണെന്ന് വെച്ചാല് എന്താണ് കർണാടകയിലെ കുടകിലാണ് കേട്ടോ അതിന്റെ പ്ലേസ് എന്ന് പറയുന്നത്. ഇനി നർമ്മദ എടുക്കാം. നർമ്മദ നദി എവിടുന്ന ഉത്ഭവിക്കുന്നത്? അറിയോ നർമ്മദ നദി? അമർഗണ്ഡക് കുന്നുകൾ. എവിടെയാണ്? അമർഗണ്ഡക് കുന്നുകൾ. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് അമർഗണ്ഡക് കുന്നുകളിൽ നിന്നാണ്. അതുപോലെ എന്താണ് മൈക്കല നിരകൾ. അമർഗണ്ഡക് കുന്നുകൾ, മൈക്കല നിരകൾ. ഇവിടെ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? നർമ്മദ നദി. താപ്തിയാണെങ്കിലോ? താപ്തി നദി ഉത്ഭവിക്കുന്നത് എവിടുന്നാന്ന് ചോദിച്ചാല് മുൾട്ടായി. എവിടുന്നാണ്? മുൾട്ടായി. അതുപോലെ സത്പുര നിരകൾ. മുൾട്ടായി, സത്പുര നിരകൾ. ഇവിടെ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? അത് എന്താണ് മധ്യപ്രദേശിലെ ബൈത്തുലാണ് കേട്ടോ സ്ഥലം എന്ന് പറയുന്നത് താപ്തി നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഈ നദികൾ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ ഈ ഇത് ഒന്ന് പറഞ്ഞുതരാം. മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാവ മലനിരകളിലാണ്. അവിടെ നിന്നാണ്. ഗോദാവരി അത് ത്രയംബക് കുന്നുകൾ. ഇപ്പൊ തന്നെ പഠിച്ചു പോയേക്കാം കേട്ടോ. ഓക്കെ, ഇത് മാറ്റി വെക്കണ്ട. കാരണം എന്താന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ഹോട്ട് ടോപ്പിക്സിൽ വരുന്നതാണ്. ഓക്കെ, ഇനി കൃഷ്ണ നദി മഹാബലേശ്വറിൽ നിന്നാണ് കൃഷ്ണ നദി. കാവേരി ആണെങ്കിൽ തലക്കാവേരി അല്ലെ. തലക്കാവേരി എന്താണ് അവിടെ നിന്നാണ് എന്ത് ബ്രഹ്മഗിരി കുന്ന്. തലക്കാവേരി ബ്രഹ്മഗിരി കുന്ന് കർണാടക കുടകാണ് നമ്മൾ പറഞ്ഞു. നർമ്മദ നദി അമർഗണ്ഡക് കുന്നുകൾ, മൈക്കല നിരകൾ. താപ്തി നദിയോ മുൾട്ടായി സത്പുര നിരകൾ. താപ്തി നദി മുൾട്ടായി സത്പുര നിരകൾ. സത്പുര നിരകൾ. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് എന്താണ് ഇത് പറയാതെ പോവാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോ എന്താണ് നോക്കാം. എന്താണ് മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതൊക്കെയെന്ന് ചോദിച്ചാല് മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ് ഏതുണ്ട്? ടെല്ല്, പിന്നെ ഏതാണ്? ഷിയോനാഥ്. ഇതൊക്കെ ചോദിച്ചതാണ്, അതുകൊണ്ടാണ് വിട്ടുപോവാൻ തോന്നുന്നില്ല. ഷിയോനാഥ്, പിന്നെ ഓങ് അതും കൂടെ ഉണ്ട് കേട്ടോ.
ഓക്കെ, ഇബ്, ടെല്ല്, ഷിയോന അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്താണ്? ഏതിന്റെ പോഷക നദികളാണ്? മഹാനദിയുടെ പോഷക നദികളാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെല്ല്, ഷിയോനാഥ്, ഓങ്. കിട്ടോ? ഇനി അതിന്റെ മഹാനദിയുടെ കിലോമീറ്റർ, എത്ര കിലോമീറ്റർ ആണെന്ന് കൂടെ പഠിച്ചു വെച്ചേക്കാം. 851 കിലോമീറ്റർ ആണ് മഹാനദിക്ക് വരുന്നത്. മഹാനദിക്ക് 851 കിലോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഗോദാവരി എടുക്കുകയാണെങ്കിൽ അതിന്റെ പോഷക നദികളാണ് എന്തെന്ന് പറയുന്നത്? ഇന്ദ്രാവതി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ദ്രാവതി കൃഷ്ണ നദിയുടെ പോഷക നദി എന്ന് പറഞ്ഞ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ. അത് ഏതിന്റെ പോഷക നദിയാണ്? ഗോദാവരി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പോഷക നദികളും പഠിക്കണം അല്ലെ? അപ്പൊ ഇന്ദ്രാവതി, അതുപോലെ ഏതുണ്ട്? ശബരി, ഇന്ദ്രാവതി, ശബരി, പിന്നെ ഏതാണ്? പെൺഗംഗ. എന്താണ്? പെൺഗംഗ എന്ന് പറയും കേട്ടോ. പെൺഗംഗ, മഞ്ജീര, പ്രൺഹിത. എന്താണ്? പ്രൺഹിത. ഓക്കെ, പ്രൺഹിത. ഇതൊക്കെ എന്തിന്റെയാണ്? ഗോദാവരിയുടെ പോഷക നദികളാണ്. ഇന്ദ്രാവതി, ശബരി, പെൺഗംഗ, മഞ്ജീര, പ്രൺഹിത. ഇത്രയും കിട്ടുമല്ലോ. ഇനി ഇതിന്റെ കൂടെ ഇതിന്റെ എത്ര കിലോമീറ്റർ ആണെന്ന് കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. എത്ര കിലോമീറ്റർ ആണ് ടോട്ടൽ വരുന്നതെന്ന് അറിയോ? ഗോദാവരി അത് 1465 കിലോമീറ്റർ ആണ്. എത്രയാണ്? 1465 കിലോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഗോദാവരി, ഇന്ദ്രാവതി, ശബരി, പെൺഗംഗ, മഞ്ജീര, പ്രണഹിത 1465 കിലോമീറ്റർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതാണ് ഏത്? കൃഷ്ണ എന്ന് പറയുന്നത് അല്ലെ? കൃഷ്ണ നദി നോക്കാം നമുക്ക്. ഓക്കെ, കൃഷ്ണ നദി എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു മഹാബലേശ്വരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു. അതിന്റെ പോഷക നദികളാണ് ഏതൊക്കെ? ഓക്കെ, അതിന്റെ പോഷക നദികളാണ് ഏതെന്ന് പറയുന്നത്? ഭീമ, പിന്നെ ഏതുണ്ട്? ഭീമയുണ്ട്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് തുംഗഭദ്ര. ഏതാണ്? തുംഗഭദ്ര, ഭീമ, തുംഗഭദ്ര. പിന്നെ ഏതാണ്? കൊയ്ന. കേട്ടിട്ടുണ്ടല്ലോ, കൊയ്ന. അതൊക്കെ കൃഷ്ണയുടേതാണ് കേട്ടോ. കൊയ്ന. അതുപോലെ മുസി എന്ന് പറയും. മുസി. പിന്നെ എന്താണ്? മാലപ്രഭ. മാലപ്രഭ. ഇതൊക്കെ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. ഓക്കെ, ഇനി അതിന് ടോട്ടൽ എത്ര? കൃഷ്ണ നദിയുടെ എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ എത്രയാണ് അതിന്റെ നീളം വരുന്നത്? 1401 കിലോമീറ്റർ ആണ്. എത്രയാണ് നീളം വരുന്നത്? 1401 കിലോമീറ്റർ ആണ്. 851 ഏതായിരുന്നു? മഹാനദി. 1465 ഗോദാവരി. 1401 ആണ് കൃഷ്ണ. അപ്പൊ ഭീമ, തുംഗഭദ്ര, മുസി, മാലപ്രഭ, കൊയ്ന കിട്ടുമല്ലോ. ഇനി നോക്കാം, അടുത്തതാണ് കാവേരി അല്ലെ? കാവേരി നോക്കിയാലോ. കാവേരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് അറിയോ? കാവേരിയുടേത് കബനി. ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും VSC ചോദിക്കുന്ന ഒന്നാണ് കബനി. ഏതിന്റെ പോഷക നദിയാണ്? അതുപോലെ പാമ്പാറ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏതുണ്ട്? എന്താണ്? ഭവാനി അല്ലെ? ഭവാനി. കബനി, പാമ്പാർ, ഭവാനി. പിന്നെ ഏതാണ്? അമരാവതി. ഏതാണ്? അമരാവതി. പിന്നെ ഏതുണ്ട്? അമരാവതി കഴിഞ്ഞിട്ട് എന്താണ്? അർക്കാവതി. ഏതാണ്? അർക്കാവതി. അപ്പോൾ കബനി, പാമ്പാറ്, ഭവാനി, അമരാവതി, അർക്കാവതി. കബനി, ഭവാനി, പാമ്പാറ്. പിന്നെ അമരാവതി, അർക്കാവതി. അമരാവതിയും അർക്കാവതിയും നമുക്കറിയാലോ. പിന്നെ അമരാവതിയും അർക്കാവതിയും ഏതിന്റെ തന്നെയാണ്? കാവേരിയുടേതാണെന്നുള്ള ഓർത്ത് വെച്ചേക്കാം. അതിന് എത്ര നീളാണ് വരുന്നതെന്ന് ചോദിച്ചാൽ 800 കിലോമീറ്റർ ആണ്. എത്രയാണ്? 800 കിലോമീറ്റർ ആണ്. എത്രയാണ്? 800 കിലോമീറ്റർ. ഓക്കെ, ഇനി നർമ്മദ. മറ്റൊരു ഉപദ്വീപീയ നദിയാണ് നർമ്മദ അല്ലെ? നർമ്മദ ഏതൊക്കെയാണ് അതിന്റെ പോഷക നദികൾ എന്ന് ചോദിച്ചാൽ ഹിരൺ,
ഹിരൺ, പിന്നെ ഷേർ, ഹിരണ്, ഷേർ, പിന്നെ ഇതാണ് താവ, ഹിരണ്, ഷേർ, താവ, പിന്നെ ബഞ്ചാർ, ഏതാണ് ബഞ്ചാർ. ഇതൊക്കെ എന്താണ്? നർമ്മദയുടെ പോഷക നദികളാണ്. ഹിരണ്, ഷേർ, താവ, ബഞ്ചാർ. എത്ര കിലോമീറ്റർ ആണെന്ന് അറിയോ നീളം വരുന്നത്? 1312 കിലോമീറ്റർ. എത്രയാണ് നർമ്മദയുടെ നീളം എന്ന് പറയുന്നത്? 1312 കിലോമീറ്റർ ആണ്. 1312 കിലോമീറ്റർ ആണ് ടോട്ടൽ നീളം വരുന്നത്. ഓക്കെ, ഇനി താപ്തി നദി എടുക്കുകയാണെ. താപ്തി എത്ര കിലോമീറ്റർ ആണ് നീളം വരുന്നതെന്ന് അറിയോ? അത് ആദ്യം പറയാം. ഏതാണ്? 724 കിലോമീറ്റർ ആണ് താപ്തിക്ക്. 724 കിലോമീറ്റർ. അതിന്റെ പോഷക നദികളാണ് ഗിർന, ആനർ, ഗിർന, ആനർ, ആനല്ല ആനർ. ഓക്കെ, പിന്നെ ഇതുണ്ട് പൂർണ. ഓക്കെ, ഇത്രയും എന്താണ്? താപ്തിയുടെ പോഷക നദികളാണ്. ഓക്കെ, അതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എങ്കിലും ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് ഓർത്തു വെച്ചേക്ക്. ഒരുപാട് കാര്യം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ കിലോമീറ്ററുകളും എല്ലാ കാര്യം എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് നടക്കുമെന്ന് തോന്നില്ല. നിങ്ങൾക്ക് ഇത്രയും കാര്യം പഠിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഞാൻ ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത്രയും കാര്യം കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ശരി, നാളെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് നാളെ എടുക്കാം കേട്ടോ. താങ്ക് യു.